ഡമ്മി കേക്ക് എന്ന് കേട്ടിട്ടില്ലേ? ഇന്ന് അങ്ങനെ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുത്താലോ? 2 ടയർ കേക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഡമ്മി കേക്ക് ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. ഫസ്റ്റ് ഞാൻ ഇതുപോലൊരു വലിയ സെലോ ടാപ്പ് എടുത്തിട്ട് ഫുള്ളായിട്ട് നമ്മുടെ ഡമ്മീനെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണേ. കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് 1 kg വാനില കേക്കായിരുന്നു. അപ്പോൾ അതിൽ താഴെ ഡമ്മി വെച്ചിട്ട് 2 ടയർ ആയിട്ട് ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്. ഡമ്മീനെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തേ. ഇനി നമ്മൾ ഏത് ബേസിലാണോ കേക്ക് സെറ്റ് ചെയ്യുന്നത് ആ ബേസിലേക്ക് ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനൊന്ന് ഇളക്കിയിട്ട് ഡമ്മീനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ അടിഭാഗത്ത് സെലോ ടാപ്പ് ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ ഫ്രണ്ട് പോർഷൻ കുറച്ച് വിട്ടിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. ഇനി നമ്മൾ എല്ലാ കേക്കും ചെയ്യുന്നത് പോലെ തന്നെ ക്രീമിൽ ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഡമ്മിയിൽ ചെയ്ത കേക്കാന്ന് പറയില്ല, ഒറിജിനൽ കേക്ക് പോലെ തന്നെ നമുക്ക് തോന്നിക്കും. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ്. അപ്പം കസ്റ്റമർ നമ്മളോട് വൈറ്റ് തീമിലുള്ള കേക്കായിരുന്നു പറഞ്ഞത്. കാരണം ഇത് ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിൻ്റെ കേക്കായിരുന്നു. അപ്പോൾ വൈറ്റ് തീമിലാണ് കേക്ക് പറഞ്ഞത്. അപ്പം പ്ലെയിൻ ആയിട്ട് കൊടുക്കുന്നത് അത്ര ഇതായിട്ട് തോന്നാത്തത് ഞാൻ ലൈറ്റായിട്ട് യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് 2 ഫ്ലവേഴ്സാണ് കൊടുക്കുന്നത്. ഫ്ലവേഴ്സും കൊടുത്തു. അപ്പം ഫ്ലവേഴ്സ് വച്ചപ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് നീങ്ങിപ്പോയതുപോലെ തോന്നി, മിഡിലായിട്ടല്ല വന്നതെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അല്പം നീക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈറ്റ് ഗ്രീനിൽ ലീവ്സും കൊടുത്തു. പിന്നെ സൈഡിലായിട്ട് ഞാൻ പേൾ വർക്കാണ് ഇതുപോലെ ചെയ്ത് കൊടുത്ത് ക്രീമിലാണ് ചെയ്തത്. അതിങ്ങനെ സൈഡിലായിട്ട് ഫുള്ളായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. 2 ലെയറിലും ഇതുപോലെ കൊടുക്കുന്നുണ്ട്. സിൽവർ പേൾസും ഇട്ട് കൊടുത്തു. അപ്പോഴാണ് ഓർമ്മിച്ചത് പേര് എഴുതിയില്ലാന്ന്. പിന്നെ ബോൾസിനെടുത്ത് മാറ്റിയിട്ട് പേരും എഴുതി മിസ്റ്റർ ആൻഡ് മിസ്സിൻ്റെ ടോപ്പറും വെച്ച് കൊടുത്തു. അപ്പോൾ കേക്ക് എങ്ങനെയുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.